ടോർഷണൽ വൈബ്രേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു റോട്ടർ സിസ്റ്റത്തിൻ്റെ രണ്ട് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എ സ്റ്റീൽ ഷാഫ്റ്റ് 1.5 മീറ്റർ ലോങ് അല്ലേ, എത്രയാണ് ഷാഫ്റ്റിന് ടോട്ടൽ നീളം 1.5 മീറ്റർ ലോങ് ഈസ് 95 mm ഇൻ ഡയമീറ്റർ ഫോർ ദ ഫസ്റ്റ് 0.6 മീറ്റർ. ആദ്യത്തെ 0.6 മീറ്ററിലെ ഡയമീറ്റർ ആണ് 95 mm അല്ലേ. ദെൻ 60 mm diameter for the next 0.5 meter, 60 mm diameter for the next 0.5 meter and 50 mm diameter for the next 0.4 meter. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു ഫിഗർ നമ്മൾ വരച്ചു. ദ ഷാഫ്റ്റ് ക്യാരീസ് 2 ഫ്ലൈവീൽ, 2 ഫ്ലൈവീലുണ്ട് അല്ലേ. ഒരു ഫ്ലൈവീൽ എവിടെയാണ് അറ്റ് 2 ends, 2 എൻഡിലായിട്ട് 2 ഫ്ലൈവീലുണ്ട്. ദ ഫസ്റ്റ് ഹാവിങ് എ മാസ് ഓഫ് 900 kg. അപ്പം എം എയുടെ ഇത് ഞാൻ എന്ന് കൊടുക്കുന്നു, ഇത് ഞാൻ ബി എന്ന് കൊടുക്കുന്നു. ഓക്കെ, എം എയുടെ മാസാണ് 900 kg. അത് ഞാനിവിടെ എഴുതി. അതിൻ്റെ റേഡിയസ് ഗിയറേഷനാണ് K 0.85 മീറ്റർ. പിന്നെ അടുത്ത പറഞ്ഞേക്കുന്നത് എം ബി, സെക്കൻഡ് മാസ് എം ബിയുടെ മാസമാണ് 700 kg. അതിവിടെ എഴുതി. പിന്നെ അതിൻ്റെ റേഡിയസ് ഗിയറേഷൻ 0.55 മീറ്റർ, അത് ഞാൻ എഴുതി. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ ഓഫ് നോഡ് ആൻഡ് നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ നോഡിന് ലൊക്കേഷൻ കണ്ടുപിടിക്കണം, നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം അല്ലേ. പിന്നെ ഈ തന്നിരിക്കുന്ന എല്ലാം തന്നൊക്കെ ഡേറ്റ D1 L1, D2 L2, D3 L3, പിന്നെ ടോട്ടൽ ലെങ്ത് L. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിൾ പ്രോബ്ലം ആണ്. 2 റോട്ടർ ഉണ്ട്, പക്ഷേ 3 ക്രോസ് സെക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 റോട്ടർ ഉണ്ട്, 3 ക്രോസ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം ആദ്യമേ? ഇപ്പോൾ 2 റോട്ടർ ഉള്ളപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാം ഒരേ ഒരു നോഡ് മാത്രമേ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് വരത്തുള്ളൂ അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ റോട്ടറിൻ്റെ ഡയറക്ഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം 2 റോട്ടറിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നോഡ് വരും, എന്തായാലും വരും. അപ്പോൾ ആ ഒരു നോഡിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. പിന്നെ ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ടോർഷണൽ വൈബ്രേഷൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ പ്രത്യേകത ഉണ്ട്, 3 ഡയമീറ്ററാണ്, 3 ലെങ്തിലും. അപ്പോൾ നമ്മൾ എന്തെടുക്കണം, ഒരു ടോർഷണലി ഇക്വലൻ്റ് ഷാഫ്റ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോമിൽ എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. L1 × D/D1 the whole raised to 4 plus L2 × D/D2 whole raised to 4 plus L3 × D/D3 the whole raised to 4 അല്ലേ. ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിരുന്നത് നമ്മൾ സാധാരണ ഈ L1 L2 L3 നമുക്കറിയാം അല്ലേ, D1 D2 D3 നമുക്കറിയാം അല്ലേ. D ആയിട്ട് എടുക്കുന്നത് സാധാരണ നമ്മൾ എടുക്കുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഡയമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പ്രോബ്ലത്തിനകത്ത്, ഇപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യുന്ന പ്രോബ്ലത്തിനകത്ത് അങ്ങനെ എടുക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ ആദ്യമേ ഫസ്റ്റ് ഡയമീറ്റർ 95 അല്ലേ, അപ്പോൾ ഞാൻ 95 അങ്ങ് എടുക്കുക. ഈ എന്താ ടോർഷൻ ഡയമീറ്ററിൻ്റെ ടോർഷണലി ഇക്വലൻ്റ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ D1 D എന്ന് പറയുന്നത് 95 ഇട്ട് എടുക്കുക. അപ്പോൾ ഡിയുടെ വാല്യൂ ഇവിടെ 95, ഇവിടെ 95, ഇവിടെ 95. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എല്ലിൻ്റെ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പം എന്ത് വരും, L1 0.6 അല്ലേ, D എന്തുവാ 95 കൺവേർട്ട് ചെയ്യുമ്പം ഇങ്ങനെ വരും. അങ്ങനെ L2 D, പിന്നെ അതുപോലെ തന്നെ D2 L3 D3 ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും അല്ലേ. ഇതെന്ന് വെച്ചെന്തുവാ, L1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 0.6, L2 കറസ്പോണ്ടിങ് വാല്യൂ ആണ് 3.14, L3 കറസ്പോണ്ടിങ് വാല്യൂ ആണ് 5.21. അപ്പോൾ ടോട്ടൽ ടോർഷൻ ഈക്വലൻ്റ് ഷാഫ്റ്റിൻ്റെ ലെങ്ത് എന്ത് വരും, 8.95. ഇത്ര മനസ്സിലാവും. ഇനി നമ്മളിപ്പോൾ എന്ത് മനസ്സിലാക്കുക, അപ്പോൾ നമുക്ക് ആ നേരത്തെ വരച്ച ഫിഗർ നമ്മൾ റൈറ്റ് ചെയ്യണം. അതായത് A എന്ന് പറയുന്ന ഒരു ഫ്ലൈ വീലുണ്ട്, B എന്ന് പറഞ്ഞ ഫ്ലൈ വീലുണ്ട്, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷാഫ്റ്റ്, ഒറ്റ ഒരു ഷാഫ്റ്റ് ഉള്ളു. ആ ഷാഫ്റ്റിന് എന്തുവാ, യൂണിഫോം ഡയമീറ്റർ. എത്ര നമ്മൾ ഡയമീറ്റർ എടുത്തിരുന്നത്, 95 ഡയമീറ്റർ ലെങ്ത് എത്ര വരും, 8.95. നിങ്ങൾക്ക് ഏത് ഡയമീറ്റർ വേണമെങ്കിലും എടുക്കാം, പക്ഷേ അത് എടുക്കുമ്പോൾ ലെങ്തിന് അതനുസരിച്ച് വേരിയേഷൻ വരുമെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ, ഇപ്പോൾ ലെങ്തിന് വേരിയേഷൻ വരും, വേറെ വ്യത്യാസമൊന്നും. ഇപ്പോൾ ഞാനിപ്പോൾ 95 എടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഡയമീറ്റർ എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഡയമീറ്റർ, ഏത് ഡയമീറ്റർ വേണമെങ്കിൽ എടുക്കാം. അതനുസരിച്ച് ലെങ്തിന് മാത്രം വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ ആദ്യമേ ഫസ്റ്റ് ഡയമീറ്റർ 95 ഉണ്ട്, 95 അങ്ങ് എടുത്തു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം 2 റോട്ടർ ഉണ്ട്. അപ്പോൾ ഇത് 2 റോട്ടർ വരുമ്പോൾ ഒരു നോഡേ എടുത്തുള്ളൂ അല്ലേ. അപ്പോൾ എങ്ങനെ വരും, നോഡ് ഇങ്ങനെ വരും. നമ്മൾ ഫസ്റ്റ് ഡെറിവേഷൻ സെക്ഷനിൽ പഠിച്ചായിരുന്നു, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ L എന്ന് വെച്ചാൽ ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, റോട്ടർ A മുതൽ നോഡ് ഡിസ്റ്റൻസ് ആണ് L. LB എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, റോട്ടർ B
മുതൽ നോഡൊരു ഡിസ്റ്റൻസ് ആണ് എൽ ബി എന്ന് പറയുമ്പോൾ അല്ലേ. നമുക്കറിയാം എൽ എ പ്ലസ് എൽ ബി എന്തുവാ ടോട്ടൽ ലെങ്ത്, ആ ഒരു ഡൈനാമിക് ഇക്വലന്റ് ഷാഫ്റ്റിൻ്റെ ടോട്ടൽ ലെങ്ത് എൽ നമുക്ക് എൽ എ പ്ലസ് എൽ ബി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ എൽ എയും കണ്ടുപിടിക്കണം എൽ ബിയും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ടു റോട്ടർ സിസ്റ്റത്തിനകത്ത് പഠിച്ചിരുന്ന 2 ഫോമുല വെച്ച് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്തുവാ ഐ എ എൽ ഐ ഈക്വൽ ടു ഐ ബി എൽ ബി എന്ന് പറഞ്ഞ ഫോമുലുണ്ട്, എൽ എ പ്ലസ് എൽ ബി ഈക്വൽ ടു എൽ എന്ന് പറയുന്ന ഫോം. രണ്ട് ഫോമുല നമുക്ക് 2 ഫോമുലയ്ക്കകത്ത് എല്ലാം അറിയാവുന്ന ഡേറ്റ എല്ലാം ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിനെ സോൾവ് ചെയ്തെടുക്കുക. അതാണ് ഇന്നത്തെ ചെയ്യുന്നത്. ഇതിനകത്ത് നോക്കി ഐ എ എൽ എ ഐ ബി എൽ ബി, എൽ എയുടെ വാല്യൂ അറിയത്തില്ല എൽ ബിയുടെ വാല്യൂ അറിയത്തില്ല, അത് കണ്ടുപിടിക്കേണ്ട വാല്യൂസാണ്. ഐ എയുടെ ഐ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഐ എന്ന് വെച്ചാൽ എന്തോ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റോട്ടർ 1, ഐ ബി എന്ന് വെച്ചാൽ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റോട്ടർ 2 അല്ലേ. മാസ് റോട്ടർ എ എന്ന് പറഞ്ഞ റോട്ടറിൻ്റെ മാസ് തന്നിട്ടുണ്ട്, അവിടുത്തെ റേഡിയസ് ഗർഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തുവാ എം കെ സ്കോർ, എം എ കെ സ്കോർ. ഐ ബിയുടെ തന്നിട്ടുണ്ട്, എം ബി തന്നിട്ടുണ്ട്, കെ ബി തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും ഐ ബി ഇസിക്കൽ ടു എം ബി കെ ബി സ്കോർ. അപ്പോൾ നമുക്ക് ഐ എയും കിട്ടും ഐ ബിയും കിട്ടും. ആ ഐ എയുടെ ഐ ബിയുടെയും വാല്യൂസ് നമ്മൾ ഐ എ എൽ എ ഇസിക്കൽ ടു ഐ ബി എൽ ബി എന്ന് പറയുന്ന ഇക്വേഷനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് എൽ എ ഇസിക്കൽ ടു 0.326 ഇൻറ്റു എൽ ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 ഇക്വേഷൻ ഉള്ളത്. ഒന്ന് എന്തുവാ ഐ എ എൽ എ ഈക്വൽ ടു ഐ ബി എൽ ബി. രണ്ടാമത്തെ ഇക്വേഷൻ എന്തുവാ എൽ എ പ്ലസ് എൽ ബി ഈക്വൽ ടു 8.95. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടി, നമുക്ക് ഇത് ടോർഷൻ ഈക്വലന്റ് ലെങ്തിൻ്റെ ലെങ്താണ് 8.95. എൽ എ പ്ലസ് എൽ ബി എത്ര 8.95 നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എൽ എയുടെ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും എൽ ബിയുടെ വാല്യൂ ഇവിടുന്ന് കിട്ടും, പിന്നെ എൽ എയുടെ വാല്യൂ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ എന്താണ് ഒരു നോഡുണ്ട് ഈ ഒരു ഷാഫ്റ്റിനകത്ത്. എവിടെ ആ നോഡ്, ഒന്നെങ്കിൽ 2.2 മീറ്റർ ഫ്രം എയിൽ നിന്ന്, അല്ലെങ്കിൽ 6.7 മീറ്റർ ഫ്രം ബി. മനസ്സിലാവും, സിമ്പിളല്ലേ. 2 ഫോമുലേ ഉള്ളൂ. 2 ഫോമുല വെച്ചാൽ നമ്മൾ ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. 2 റോട്ടർ സിസ്റ്റം വരുമ്പോൾ 2 ഫോമുല ഏതൊക്കെയാണ്, എൽ എ ഐ എ ഐ ഇസിക്കൽ ടു എൽ ബി ഐ ബി, പിന്നെ എൽ എ പ്ലസ് എൽ ബി ഇസിക്കൽ ടു എൽ. ഇല്ല, നാച്ചുറൽ ഫ്രീക്വൻസി ടോർഷണൽ വൈബ്രേഷൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പം 2 റോട്ടറിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ്. എഫ് എൻ എയും എഫ് എൻ ബിയും ഈക്വലാണ് ഇല്ലേ. അതിൻ്റെ ഫോമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഇത് 1/2π ഇൻറ്റു റൂട്ട് ഓഫ് ക്യൂ എ ബൈ ഐ എ. ക്യൂവിൻ്റെ വാല്യൂ എന്താണ് ജി ജെ ഡിവൈഡ് ബൈ എൽ എ, ജി ജെ ഡിവൈഡ് ബൈ എൽ. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കുമ്പം എഫ് എൻ എ മാത്രം കണ്ടുപിടിക്കുക, അതിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും എഫ് എൻ ബിയുടെ വാല്യൂ. അപ്പോൾ എന്താ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ജെ എന്താ നമ്മൾ ടോർഷന് ഈക്വലന്റ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആയിട്ട് എടുത്തിരുന്ന ഏതാ D1 അല്ലേ. അപ്പോൾ 0.095 അല്ലേ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ഷാഫ്റ്റിൻ്റെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക, അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും എഫ് എൻ എയുടെ വാല്യൂ ഇത്രയും കിട്ടും. മനസ്സിലായി, സിമ്പിൾ പ്രോബ്ലം അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ പലർക്കും എൻ്റെ ഒക്കെ കമൻസ് പറഞ്ഞു വീഡിയോസ് വളരെ ചെറുതായി പോകുന്നു, ഒന്ന് കേട്ട് വരുമ്പോഴത്തേന് പെട്ടെന്ന് തീർന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം കൂടി ഇന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ ഷാഫ്റ്റ് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട്. എ ബി സി ഡി എന്ന് പറഞ്ഞ ഷാഫ്റ്റ്, പിന്നെ എന്താ അതിനകത്ത് പറഞ്ഞേക്കുന്നത് നോക്കി, എ ബി സി ഡി എന്ന ഷാഫ്റ്റ്, അതിനകത്ത് 1.5 മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത്. 1.5 മീറ്റർ അതിൻ്റെ ടോട്ടൽ ലെങ്ത്. അതിന് ഒരു ഫ്ലൈ വീൽ കണക്ട് ചെയ്തിട്ടുണ്ട്, 2 ഫ്ലൈ വീൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ എൻഡിലും ഡി എന്ന് പറഞ്ഞ എൻഡിലും 2 ഫ്ലൈ വീൽ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ മാസ് റിക്വയർഡ് മാസ് ഓഫ് ഫ്ലൈ വീൽ അറ്റ് എ എന്ന് പറയുമ്പോൾ എം എയിലുള്ള ഫ്ലൈ വീലിൻ്റെ മാസ് 600 ആണ്. പിന്നെന്തുവാ അവിടുത്തെ റേഡിയസ് ഗേറേഷൻ എത്ര 0.6 ആണ്, അത് നമ്മൾ എടുത്ത് എഴുതി. ഡിയിലുള്ള മാസം എന്ന് പറയുമ്പോൾ 800 ആണ്, അവിടുത്തെ റേഡിയസ് ഗേറേഷൻ 0.9 ആണ്, അത് നമ്മളിവിടെ എടുത്ത് എഴുതി. പിന്നെ ഇത് കണക്റ്റിംഗ് ഷാഫ്റ്റ് ഡയമീറ്റർ ഓഫ് 50 മില്ലിമീറ്റർ ഫോർ പോർഷൻ ഓഫ് എ ബി. എ ബി എന്ന് പറഞ്ഞ പോർഷനിൽ ഉള്ള എന്താ പറയുന്നത് ഡയമീറ്റർ ആണ് എത്ര 50 മില്ലിമീറ്റർ അല്ലേ. അവിടുത്തെ ലെങ്ത് ആണ് എത്ര 0.4 മീറ്റർ. അടുത്ത എന്താണ് ബി സി എന്ന് പറഞ്ഞ പോർഷൻ്റെ ലെങ്ത് ആണ് 0.5 മീറ്റർ, അവിടുത്തെ ഡയമീറ്റർ ആണ് 60 മില്ലിമീറ്റർ അല്ലേ, അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ലെങ്ത് ആണ് സി ഡി ലെങ്താണ് 0.6 മീറ്റർ, അവിടുത്തെ ഡയമീറ്റർ തന്നിട്ടില്ല. നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ഡയമീറ്റർ ഡി ഓഫ് സി ഡി എന്ന് പറയുന്ന ലെങ്തിൻ്റെ ഡയമീറ്റർ. പിന്നെ ഒരു കണ്ടീഷൻ വരും, സോ ദാറ്റ് ദ നോഡ് ഓഫ് ദി ടോർഷണൽ വൈബ്രേഷൻ സിസ്റ്റം വിൽ ബി അറ്റ് ദ സെൻറ്റർ ഓഫ് ബി സി. ബി സിയുടെ സെൻറ്ററിലായിരിക്കും ഈ ഒരു സിസ്റ്റത്തിൻ്റെ നോഡ് അല്ലേ. 2 റോട്ടർ സിസ്റ്റം അല്ലേ ഉള്ളൂ, അപ്പോൾ ഒറ്റ നോഡല്ലേ ഉള്ളൂ. അത് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്തുവാ, ഈ മൂന്നാമത്തെ സെക്ഷൻ്റെ ഡയമീറ്റർ ഡി കണ്ടുപിടിക്കണം. പക്ഷേ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ആ ഒരു ടോട്ടൽ ടോർഷണൽ വൈബ്രേഷൻ സിസ്റ്റത്തിൻ്റെ നോഡെന്ന് പറയുമ്പം ഈ ബി സി എന്ന് പറയുന്ന സെക്ഷൻ്റെ സെൻട്രലായിരിക്കും പറയും. പിന്നെന്താ കണ്ടുപിടിക്കുക നാച്ചുറൽ വൈബ്രേഷൻ.
അപ്പം നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ വരയ്ക്കുന്ന മാതിരി നമ്മൾ ഫിഗർ വരയ്ക്കും. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. ഫിഗർ വരച്ച് നമുക്ക് പകുതി കാര്യം നമ്മൾ തീരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ABCD എന്ന് പറയുന്ന 3 ഷാഫ്റ്റ്, അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ ലെങ്ത് എല്ലാം തന്നിട്ടുണ്ട്. അതെല്ലാം ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ലെങ്ത് L1 L2 L3 D1 D2 D3, പിന്നെ 2 റോട്ടർ വന്നിട്ടുണ്ട്. ഇവിടെ A റോട്ടർ D റോട്ടർ, അതിൻ്റെ മാസം അതിൻ്റെ റേഡിയസ് ഗൈറേഷനും എല്ലാം ഞാൻ എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ എന്ത് കൊടുക്കുക, ആദ്യമേ ടോർഷണലി ഈക്വലൻറ്റ് സിസ്റ്റമായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്യുന്ന മാതിരി ആദ്യത്തെ ഡയമീറ്ററാണ് ഞാൻ ഇതിൻ്റെ ടോർഷണലി ഈക്വലൻറ്റ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററായിട്ട് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പം ഞാൻ എനിക്ക് ടോർഷണൽ ഈക്വലൻറ്റ് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ ഫോമിൽ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, L = L1 × D1 D/D1 raised to 4, L2 D/D2 raised to 4 plus L3 × D/D3 raised to 4. L1 L2 L3 നമുക്കറിയാം, D1 D2 D3 എനിക്കറിയാം. D എന്ന് പറയുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. പക്ഷേ നമ്മൾ ഇനിയുള്ള പ്രോബ്ലത്തിനല്ല, ഈ പ്രോബ്ലങ്ങളിലൊക്കെ നമ്മൾ D എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഡയമീറ്റർ ഞാൻ D ആയിട്ട് അസ്യൂം ചെയ്യും. ഇവിടെ ഒന്നാമത്തെ ഡയമീറ്റർ എന്താ 50 mm അല്ലേ, അതിനെ നമ്മൾ എന്തുവാ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് L1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഡിയുടെ വാല്യൂ എന്തുവാ 50 അല്ലേ, 50നെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.05 അല്ലേ ബൈ D1. L2 പിന്നെ D അറിയാം, പിന്നെ D2 L3 D അറിയാം, D3 ഇതെല്ലാം നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ഇട്ടു, ഈ ഒരു ടേം മാത്രം നമുക്ക് ഡിയിലുള്ളൊരു ടേമാണ് കിട്ടുന്നത്. ബാക്കി നമുക്കറിയാം L1ന് കറസ്പോണ്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള ലെങ്താണ് 0.4, L2ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ലെങ്താണ് 0.24, L3 ഈക്വലൻ്റ് ആയിട്ടുള്ള ലെങ്താണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തോ ഇതിൻ്റെ കൂട്ടി നമ്മൾ 0.64 പ്ലസ് ഇങ്ങനെ ഒരു ടേം ആഡ് ചെയ്ത് ഇക്വേഷൻ 1 നമ്മൾ കൊടുത്ത് അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ സെക്ഷനിലോട്ട് പോകാം. അതായത് നമ്മൾ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് CD എന്ന് പറയുന്ന സെക്ഷൻ്റെ ഡയമീറ്ററിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കി നമുക്ക് ഈ 2 റോട്ടർ സിസ്റ്റം എപ്പോൾ നിങ്ങൾ ഓർത്താലും രണ്ട് ഫോമുല മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എന്തുവാ, അന്ന് IA/LA = IB LB അല്ലേ. ഇവിടെ D ആണ്, അതുകൊണ്ട് IA/LA = ID LD എന്ന് പറയും. അപ്പോൾ LA എന്ന് വെച്ചാൽ എന്താ, A എന്ന് പറയുന്ന ഫ്ലൈ വീല് മുതൽ അതിൻ്റെ നോഡ് വരെ ഡിസ്റ്റൻസ് ആണ് L. LD എന്ന് വെച്ചാൽ എന്താ, D എന്ന് പറയുന്ന ഫ്ലൈ വീല് മുതൽ അതിൻ്റെ നോഡ് ഡിസ്റ്റൻസ് ആണ് LD അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് IA വേണം, IDയും വേണം അല്ലേ. Aയുടെ മാസും അറിയാം, അതിൻ്റെ റേഡിയസ് ഗൈറേഷനും അറിയാം, Dയുടെ മാസും അറിയാം, അതിൻ്റെ റേഡിയസ് ഗൈറേഷനും അറിയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തുവാ, IAയുടെയും IDയുടെയും വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ആ വാല്യൂസ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ LDയുടെ ടേംസിൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും അല്ലേ. LD = LA/3. പിന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്, സിൻസ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ നോഡ് ലൈസ് ഇൻ ദ സെൻറ്റർ ഓഫ് ലെങ്ത് BC ഓഫ് ഒറിജിനൽ സിസ്റ്റം. ഈ ഒറിജിനൽ സിസ്റ്റത്തിനകത്ത് നോഡെന്ന് പറയുമ്പോഴത്തേന് BCയുടെ സെൻറ്ററിലാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇത് ഡൈനാമിക്കലി അല്ല, ടോർഷണലി ഈക്വലൻ്റ് ഷാഫ്റ്റായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത്. അപ്പം നമുക്ക് ആ ഒരു ഒറിജിനൽ സിസ്റ്റത്തിലെ ലെങ്ത് ഈക്വലൻ ലെങ്തായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ല. ഒറിജിനൽ സിസ്റ്റത്തിലെ ലെങ്ത് ഈക്വലൻ ലെങ്തായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ BC ഇപ്പം നമുക്ക് എവിടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നോഡ് എവിടെ പറഞ്ഞേക്കുന്നത് BCയുടെ സെൻറ്ററിലാണ് അല്ലേ. BCയുടെ സെൻറ്റർ എന്ന് പറയുമ്പോൾ L2ൻ്റെ ഹാഫ് വരെ വരും ഇല്ലേ. L2ൻ്റെ ഹാഫ് വരെ വരും എന്നല്ല ഇതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കി. L2ൻ്റെ ഹാഫ് വരെ വരുമെന്നല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ ഫോമില, അതായത് നമ്മൾ നേരത്തെ എടുത്ത, അതായത് ഈ ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ ഫോമുല തന്നെ എടുക്കണം. അതായത് നമ്മൾ ഇവിടെ ചെയ്തില്ലേ, എവിടെ നോക്കി, ഓക്കെ. ഇവിടെ നമ്മൾ ചെയ്തതിനകത്ത് ഇവിടെ നമ്മൾ ചെയ്തത് ഈ ഒരു ഫോമുല ചെയ്തില്ലേ, L = L1 × D/D1 raised to 4 plus L2 × D/D2 all raised to 4 plus L3 × D/D3 all raised to 4. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോഡ് പോയിന്റ് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം ഇല്ലേ. അതായത് LA എനിക്ക് കണ്ടുപിടിക്കണം. LA കണ്ടുപിടിക്കുമ്പോൾ പക്ഷേ ഇതിനകത്തോട്ട് കണ്ടുപിടിക്കുമ്പോൾ എവിടം വരെ ഉള്ളത് നമുക്കറിയാം, BCയുടെ സെൻറ്റർ വരെ ഉള്ളത് നമുക്ക് അറിയാം ഇല്ലേ. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, ഈ 0.4 അല്ലേ. L1 ഈക്വലൻ്റ് എന്തുവാ 0.4. അപ്പോൾ 0.4 എടുക്കുക, 0.4 എടുക്കുക. പിന്നെ എന്തുണ്ട്, ഈ 0.24 ഇല്ലേ, ആ 0.24ൻ്റെ ഹാഫ് കൂടെ എടുക്കുക, പ്ലസ് 0.24 / 2. മനസ്സിലായില്ലേ. അത് ഞാനൊരു ഇക്വേഷൻ ഫോമിൽ ഇവിടെ എഴുതി വെച്ചേക്കുവാണ് ഇത്. അതായത്
L1-ൻ്റെ ഈക്വലൻ്റ് ലെങ്ത് ആണ് എന്തുവാ L1 ഇൻറ്റു d/d1 അല്ലേ. പിന്നെ L2-ൻ്റെ ഈക്വലൻ്റ് ലെങ്താണ് L2 ഇൻറ്റു d/dt 4. പക്ഷേ L2-ൻ്റെ എവിടം വരെ ഉള്ളതെന്നാണ് പറഞ്ഞത്, ഹാഫ് വരെ അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ L1 ഈക്വലൻ്റ് നമ്മൾ എത്ര കണ്ടുപിടിച്ചത് 0.4 അല്ലേ. ഇപ്പോൾ L2 ഈക്വലൻ്റ് എത്രയാണ് പറഞ്ഞത് 0.24. പക്ഷേ L2-ൻ്റെ ഫുള്ള് വേണോ, വേണ്ട, L2-ൻ്റെ ഹാഫ് വരെ മതി അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. ഒന്നെങ്കിൽ നിങ്ങൾ സിംബോളിക്കലി എഴുതുക, അല്ലെങ്കിൽ ഈ ഫോമുല വെച്ചിട്ട് നിങ്ങൾ എഴുതുക. ഇവിടെ വ്യത്യാസം വന്നത് L2-ൻ്റെ ഹാഫ് വരെ ഉള്ളതുകൊണ്ടാണ് /2 വന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും, LA നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, LAയുടെ വാല്യൂ കിട്ടി. ഈ LAയുടെ വാല്യൂ എങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്തുവാ LDയുടെ വാല്യൂ അവിടെ കിട്ടും. അപ്പോൾ LDയുടെ രണ്ട് നോഡിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി എന്താ വേണ്ടത്, ഇനി നമുക്ക് സിമ്പിളാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡയമീറ്റർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്തുവാ, ഇവിടെ കിടപ്പുണ്ട് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 നമ്മൾ നേരത്തെ കഴിഞ്ഞ പേജിനകത്തുണ്ട്. ആ ഇക്വേഷൻ 1-നകത്തോട്ട് എന്ത് കൊടുക്കുക, ഈ L എന്ന് L, ഈ L എന്ന് പറയുന്നത് എന്തുവാ LA പ്ലസ് LD ആണ്. LAയുടെ വാല്യൂ കണ്ടുപിടിച്ച് LDയുടെ വാല്യൂ കണ്ടുപിടിച്ച് അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ ഡയമീറ്റർ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും 91.7 മില്ലിമീറ്ററിന് കിട്ടും. പിന്നെ ഫ്രീക്വൻസി ഓഫ് ഷാഫ്റ്റ് എയും അല്ല റോട്ടർ എയും റോട്ടർ D എന്ന് പറയുന്നത് സെയിമാണ്. അതിൻ്റെ ഫോമിൽ എന്താ 1/2π√QA/IA അല്ലെങ്കിൽ 1/2π√QD/ID ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്യൂവിന് പറയുന്നത് നോക്കാം GJ/LA എന്ന് കൊടുക്കാം ഇല്ലേ. G എന്ന് വെച്ചാൽ എന്താ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. J എന്ന് വെച്ചാൽ എന്താ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഈക്വലൻ്റ് ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എന്തുവാ 50 അല്ലേ എടുത്ത്. അപ്പോൾ അത് വെച്ചുള്ള പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ 5/32 d1⁴. IA നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്നിട്ട് അവിടുത്തെ ഫ്രീക്വൻസി കിട്ടും. ഈ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും എന്തുവാ റോട്ടർ Dയുടെ ഫ്രീക്വൻസി. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി സംശയം വരാനുള്ള ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൻ ആയിരിക്കും സംശയം വരാനുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഫോമുല ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഈ ഭാഗം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതാണ് L എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 3 കമ്പോണൻ്റ് ഉണ്ട്. എന്തുവാ L1-ൻ്റെ കമ്പോണൻ്റ്, L2 കമ്പോണൻ്റ്, L3 ഇതാണ് L1 ഈക്വലൻ്റ്, ഇതാണ് L2 ഈക്വലൻ്റ്, ഇതാണ് L3 ഈക്വലൻ്റ്. നമുക്കിപ്പം LA കണ്ടുപിടിക്കണമെങ്കിൽ എവിടം വരെ കണ്ടുപിടിച്ചാൽ മതി, L1 കൂട്ടണം L2-ൻ്റെ പകുതി വരെ മതി. അപ്പോൾ എന്തുവാ 0.4ഉം 0.24ൻ്റെ ഹാഫ് വരെ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഫോമുല യൂസ് ചെയ്തിട്ട്, ഈ ഫോമുല എന്ന് വെച്ചാൽ അതിൻ്റെ ഞാനൊരു ഫോമുല അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എഴുതിയേക്കുക. അത് ആവശ്യമില്ലാത്തവർക്ക് അല്ലാതെയാണ് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ. അതായത് ഒന്നെങ്കിൽ ഈ ഫോമുല യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്ത് എഴുതുക. അപ്പോൾ ഇന്ന് 2 പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ കുറച്ച് ടൈപ്പ് പ്രോബ്ലം ഞാൻ ഗ്രൂപ്പിനകത്ത് ഇട്ടോളാം. പിന്നെ നമുക്ക് നാളെ നമുക്ക് 3 റോട്ടർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് ചോദിക്കുക, ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം. ഓക്കെ.